പ്രതിപക്ഷവുമായി ആലോചിച്ച് കേന്ദ്രത്തിനെതിരെ യോജിച്ച സമരത്തിനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. മറ്റന്നാൾ അതിന്റെ ആദ്യ യോഗം നടക്കാനിരിക്കെ പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നു. യോജിച്ച സമരം സാധ്യമോ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. സ്വാഗതം. ആദ്യത്തെ കോൾ ആലത്തൂരിൽ നിന്ന് രവീന്ദ്രനാണ്. രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ, കേന്ദ്രത്തിനെതിരെ സംസ്ഥാനത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിക്കണമെന്നാണോ താങ്കളുടെ അഭിപ്രായം? ആദ്യം സമരം ചെയ്യേണ്ടതേ ഇവിടുത്തെ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം സമരം ചെയ്യാൻ വേണ്ടത്, അല്ലാതെ കേന്ദ്രം ചെയ്തിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട കാര്യമില്ല. വി.ഡി. സതീശനും കൂട്ടർക്കും ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ അവരാദ്യം സമരം ചെയ്യേണ്ടത് പിണറായി വിജയന്റെ ദുർഭരണത്തിനും അഴിമതിക്കും എതിരെയാണ്, അല്ലാതെ കേന്ദ്രത്തിനെതിരെയല്ല. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന മണ്ടത്തരത്തിന് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നത്, കേന്ദ്രത്തിനെതിരെ യാതൊരു സമരം ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കേന്ദ്രം ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. CPM പറയുന്ന നുണകൾ മുഴുവൻ കേട്ടോണ്ട് അതിന്റെ പുറകെ പോകേണ്ട കാര്യം കോൺഗ്രസിന് ഇല്ലെന്നേ. കോൺഗ്രസിന്റെ കൂടെയുള്ള കക്ഷികളും കൂടെ പിണറായി വിജയനെ ആദ്യം എങ്ങനെയെങ്കിലും ഇറക്കിയാൽ ഈ നാടിന് നല്ലത്. കോൺഗ്രസിന് മാത്രമല്ല, നമ്മുടെ കേരളം എന്ന നാടിന് നല്ലത്. അല്ലെങ്കിൽ ഇത് മുടിച്ച് തേച്ച് കഴുകി പാത്രം കഴുകി വെച്ചിട്ടേ പിണറായി വിജയൻ പോവുള്ളൂ. ഞാൻ സമൂഹത്തിന് വേണ്ടിയാ പറയുന്നത്, എനിക്ക് വേണ്ടിയല്ല പറയുന്നത്. താങ്ക് യു മാഡം. ശരി, മുഹമ്മദ് ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. മുഹമ്മദ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? പിന്നെ ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അയാള് പഠിപ്പിച്ചെന്നാണ് മുൻ പറഞ്ഞ ആള്. ഞാൻ കേക്കണോ? ഒരു വർത്തമാനം കേൾക്കണോ? മറ്റൊരു ഇപ്പൊ സമരത്തിന് വിളിച്ചാൽ വരികയാണെന്നുണ്ടെങ്കിൽ കൂടെ സമരം ചെയ്യും. പിന്നെ അദ്ദേഹം പറഞ്ഞാൽ പിണറായി വിജയനെ തേച്ച് അവിടെ നിന്ന് പറഞ്ഞേക്കാന് ഓലെക്കൊണ്ട് ആയിട്ടില്ല, അവലറ്റ ആവൂല, അതേറ്റ നടക്കൂല. അത് കാലം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും. മൂപ്പര് പറഞ്ഞ മൂപ്പരാന്ന് മനസ്സിലായിക്കോട്ടെ. ആദ്യം തന്നെ പറഞ്ഞാണ് അത്. അപ്പോ ഞാൻ അതിനൊന്നും ഇവിടെ ഒരു ബേജാറില്ല. പിണറായി വിജയൻ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. 1600 പെൻഷൻ കൊടുക്കണോ, പാവങ്ങളെ സഹായിക്കണോ, പിന്നെ എന്ത് അഴിമതി നടത്തിയത്? കുറെ അഴിമതിയും കൊണ്ടുവന്നു വല്ലോ? ഏതേലും ഒരു അഴിമതി പിന്നെ അയാളെ പേരിൽ കണ്ടോ? പിന്നെന്താ അയാൾ ഭരിക്കണോണ്ടൊരു കുഴപ്പം? ശരി, മനസ്സിലായി. ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, ഈ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ പിന്തുണ സർക്കാർ തേടുന്നതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ കേന്ദ്രത്തിനെതിരെ കോൺഗ്രസിനെ കൊണ്ടുപിടിക്കേണ്ട കാര്യം ഇല്ല. കാരണം എന്താ വെച്ചാല് ഇവരാണ് ഈ ദൂർത്ത് നടത്തുന്നതും അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതും ഒക്കെ ഈ ഇടതുപക്ഷമാണ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ അറിയാം. ഇത്രയും കാലം രണ്ടു കൂട്ടരുടെ ഒറ്റയ്ക്കല്ലേ സമരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവര് അവിടുന്ന് എല്ലാം മാറ്റി ദൂർത്ത് നടത്തിയിട്ട് അത് കിട്ടില്ല ഇത് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കേരളം പോയി കേന്ദ്രത്തോട് ചോദിച്ചു, പ്രതിപക്ഷം പോയി ചോദിച്ചപ്പോഴത്തേക്ക് കണക്കുകൾ ഊരിച്ചപ്പോഴത്തേക്ക് ഒന്നും ഇവർക്ക് പറയാനില്ല. കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് കേന്ദ്ര സർക്കാർ ഒരു അവഗണന കേരളത്തോട് കാണിക്കുന്നുണ്ട് എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമല്ലേ ഇത്? ഈ അവഗണന എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ദൂരത്തിന്റെ പണം എവിടുന്നാണ് അവഗണന എന്ന് പറഞ്ഞ? ആ വീട്ടിലെ യാസി പശു മരത്ത് ഇതിന്റെയൊക്കെ കാശ് എവിടുന്നാണ്? അവിടുന്ന് കിട്ടുന്നത് അപ്പാടെ ദൂർത്തടിച്ചിട്ട് അവസാനം വന്നിട്ട് കോൺഗ്രസിനെ കൂട്ടുപിടിക്കാൻ പോണത്തിനാണ്. കോൺഗ്രസിനെ കൂട്ടിയാണോ ദൂർത്തടിച്ചത്? അല്ലല്ല. ഇവര് കോൺഗ്രസ് വേണമെങ്കിൽ അവർ ചെയ്തോളും. ഇങ്ങനെ ദൂർത്തിന് വേണ്ടി അവരെ കൂട്ടുപിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഒന്നും നടക്കില്ല, പറ്റില്ലെങ്കിൽ രാജിവെച്ചിട്ട് കളഞ്ഞിട്ട് പോണം. ശരി, കൃഷ്ണദാസ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ കൃഷ്ണദാസ്, കേന്ദ്ര സർക്കാർ നയം സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷത്തെ വി.ഡി. സതീശനുമായും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായും ഒക്കെ ചർച്ചയ്ക്ക് മറ്റന്നാൾ തയ്യാറെടുക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. നമസ്കാരം. അല്ല, ഈ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്ന ഏത് രീതിയിലാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഇവിടെ ഈ NH പണി പൂർത്തിയാക്കുന്നതാണോ, എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതാണോ, APL BPL അതിന് മുകളിലുള്ള അന്ന യോജന പദ്ധതിക്കാർക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നതാണോ? എന്താണ് കേന്ദ്രം അവഗണിക്കുന്നത്? പിന്നെ ഇവിടെ ഇവര് ദൂർത്തടിക്കുന്നതിന് പണം കൊടുക്കുന്നില്ല, ഉള്ളിടത്തുനിന്നൊക്കെ കടം വാങ്ങുന്നു, പല തട്ടിക്കൂട്ട് കമ്പനികൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ കടം വാങ്ങുന്നു. ഈ കടമെല്ലാം പോകുന്നത് എവിടെയാണ്? കേരള സർക്കാർ അടച്ചില്ലെങ്കിൽ അതിന്റെ
ബാധ്യത യൂണിയൻ ടെറിട്ടറി എന്നുള്ള നിലയിൽ അത് കേന്ദ്രത്തിനാണ് വരുന്നത്. അപ്പൊ അത് അവര് നിയന്ത്രിക്കുന്നതിന് എന്താണ് തെറ്റ്? ഈ അവഗണന എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിനെ കാട്ടി കമ്മി നികത്താൻ 52,000 കോടി കൊടുത്തു. അത് ഈ കേരള സംസ്ഥാനത്തിനല്ലേ കൊടുത്തത്. ഇവര് പിന്നെ ദൂർത്തടിക്കുന്നതിന് ഒരു ഗ്രഹനാഥൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ച് ദൂർത്തടിച്ചിട്ട് വീണ്ടും എനിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ആര് കൊടുക്കും? അത് അപ്പൊ അവരവർ ചെയ്യാനുള്ളത് നേരെ വണ്ണം ചെയ്യണം. 28,000 കോടി ഇവിടെ പിരിച്ചെടുക്കാനുണ്ടെന്ന് CAG പറഞ്ഞു. അത് പിരിച്ചെടുക്കുന്നില്ല. എല്ലാத்தைയും കിട്ടുന്നതൊക്കെ അവരെ ദൂർത്തടിച്ചിട്ട് പിന്നെ ആവശ്യത്തില് പിന്നെ ചെറിയൊരു സംസ്ഥാനമാണ്. ഇവിടെ 21 PSC മെമ്പർമാര്, അവർക്ക് മന്ത്രിമാരെ കാട്ടി ആനുകൂല്യങ്ങൾ. ഇങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് കടമെന്ന് പറയുന്നതിനകത്ത് എന്ത് ശരി. പ്രസിഡന്റ് ചേരുന്നു പാലയിൽ നിന്ന്. പ്രസിഡന്റ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മാഡം. നമസ്കാരം. അതെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമുക്കാൽ സംഗതികളും അടുത്ത് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടികളും. ഇത് ഏകദേശം ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഈ ഒരു തീവ്രത കുറയും. എങ്കിലും ഏത് പാർട്ടി ഭരിച്ചാലും എന്താ പറയാ, ഈ രാഷ്ട്രീയ അതിപ്രസരം നമ്മുടെ നാട്ടിൽ കാണും. ഈ നമ്മുടെ നാട്ടിലെ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു 6,000 വോട്ടിനാണ് വ്യത്യാസം വരുന്നത്. ഈ 6,000 വോട്ട് എന്ന് പറയുന്നത് പാർട്ടിക്കാരല്ലാത്തവരാണ്, നിഷ്പക്ഷരായ ആളുകളാണ്. ഈ മാറി ചിന്തിക്കുന്നതിന്റെ പേരിലാണ് ഈ എല്ലായ്പ്പോഴും മാറി വരുന്നത്. ഈ 6,000 വോട്ട് ഉദ്ദേശം അവരെ തൃപ്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഏത് പാർട്ടിക്കായാലും വിജയമുണ്ടാവും. അതാണ് ഈ കാര്യത്തിൽ എന്റെ ഒരു അഭിപ്രായം. നമ്മൾ ഇന്ന് കാണുന്നതൊക്കെ എല്ലാ പാർട്ടികളായാലും ഏത് പാർട്ടികളായാലും പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും എല്ലാം ഈ രാഷ്ട്രീയം, അതായത് അടുത്ത് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി. മോഹൻദാസ് ചേരുന്നു ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, ഇലക്ഷൻ വരാനിരിക്കുന്നു. അതിനു മുമ്പ് സർക്കാർ ഇത്തരത്തിലൊരു ആവശ്യം പെടുമ്പോൾ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നാണ് താങ്കൾ കരുതുന്നത്? വല്ലാത്തൊരു വിരോധാഭാസം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് രണ്ടു കൂട്ടിനോട് കീരിയും പാമ്പും കൂടെ കടിച്ചു കയറുക, അടുത്തടുത്ത് കണ്ട മിണ്ടാണ്ടിരിക്കാൻ നടക്കുക. അതുപോലത്തെ ദൂർത്തിന്റെ പരമോന്നത കോടിയിൽ വെച്ചിരിക്കണം ഇവരൊക്കെ. ദൂർത്തിന്റെ എത്ര കാശുകൾ ഇവർക്ക് കൊടുക്കാനുള്ളത്. ഈ സ്കൂൾ കുട്ടികൾക്ക് തുന്നക്കൂലി ഇപ്പൊ വരെ കൊടുത്തിട്ടില്ല, പാവങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സപ്ലിക്കോയിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധനം ഇപ്പോഴും ഇല്ല, ഒരു സാധനം കിട്ടുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ പോകുന്നതാണ്, ഒന്നും കിട്ടുന്നില്ല. ഇവരിന്നിട്ട് നുണപ്രചരണം നടത്തിയിട്ട് വോട്ട് നേടിയിട്ട് എന്താ ഒരു കാര്യം? ഇത് എന്തൊരു കാര്യം? ഇപ്പൊ എന്ത് വേണ്ടിയിട്ടെങ്കിലും കേന്ദ്രം തരുന്നു. എന്നാൽ തന്നെ ഇവര് ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടില്ലോ, അത് ചെയ്യാന്ന് അന്ന് എഴുതാമായിരുന്നു. കേന്ദ്രം നന്നാലേ ഞങ്ങൾ തരുള്ളൂ, അല്ലാണ്ട് പറ്റില്ല എന്ന് പറയണ്ടേ. ഇപ്പൊ എന്തിനെങ്ങനെ കഴി ഇലക്ഷനെ തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ വേണ്ടി നിൽക്കുന്നത് കഷ്ടം തന്നെയാണ്. രണ്ടെണ്ണം കൂടിയിട്ട് അവിടെ പോകുന്ന തന്നെ സംശയമാണ്, എനിക്ക് സംശയമാണ്. ശരി. ശശിധരൻ ചേരുന്നു വയനാട്ടിൽ നിന്ന്. ശ്രീ ശശിധരൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ മുമ്പത്തെ ഒരു പ്രേക്ഷകനെ വിളിച്ചിട്ട് പറഞ്ഞു, മഞ്ചേരി എന്നുള്ള മുഹമ്മദ് അദ്ദേഹം പറഞ്ഞു, ഇവിടെ അധ്വാനിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് തേലും പാലും ഒക്കെ ഒഴുക്കുകയാണ്. ഇങ്ങനെ കുറെ സഹാക്കളി ഈ കുറെ വാചകം അടിക്കണം. അല്ലാണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പം ഞാനൊരു BPL കാർഡിന്റെ ഉടമയാണ്. ഇന്നിപ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം കേന്ദ്ര സർക്കാർ തരുന്നതാണ്. അതുകൂടാതെ ഒരു 6,000 രൂപ വർഷം കേരളം ഒന്നും തരുന്നില്ലെന്നാണോ? ഞാൻ എന്തോ കേരളം ഒന്നും തരുന്നില്ലെന്നാണോ? ഞാൻ പറയട്ടെ, എന്ത് കൊടുക്കണ്ടെന്ന് പറയണം. ഈ ഒരു സഹായം ഇതിൽ കൂടെ ഒന്ന് പറയാം. ഞങ്ങൾ കേൾക്കാൻ ഇവിടെ തയ്യാറായിട്ടിരിക്കുക. ഇന്നൊന്നും കിട്ടുന്നില്ല. അത്യാവശ്യം കിട്ടിക്കൊണ്ടിരുന്നത് അത്യാവശ്യ സാധനങ്ങൾ ചെറിയൊരു മാർജിനിൽ മാവൽ സ്റ്റോറിൽ നിന്നും സപ്ലൈക്കോയിൽ നിന്നും കിട്ടി. 6 പ്രാവശ്യം ഞാൻ ഈ ഓണം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. എനിക്ക് വയ്യാത്തോണ്ട് ഓട്ടോ വിളിച്ചാ പോയത്. 1 കിലോ പഞ്ചസാര ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഈ ഓണം മുതൽ ഇങ്ങോട്ട് വന്നിട്ട് 1 കിലോ പഞ്ചസാര. അതുപോലെ തന്നെ എന്ത് ആനുകൂല്യം കൊടുക്കുന്നുണ്ടാണ് ഈ വാചകടിയാണ്. ഇന്നലെ പറയണ കേട്ടു, സിവിൽ സപ്ലൈസിലെ സാധനങ്ങൾക്കൊക്കെ വില വർദ്ധിപ്പിക്കുന്നില്ലെന്ന്. സാധനമായിട്ട് വേണ്ട വില വർദ്ധിപ്പിക്കാനായിട്ട് ഒന്നുമില്ല. എന്റെ സഹോദരി, ഒരു സാധനവും കിട്ടാനില്ല. അതുപോലെ തന്നെ ഇതിപ്പോ ഒരു തന്ത്രമാണ്. ഇപ്പോഴത്തെ നമ്മളിപ്പോ ചർച്ചാ വിഷയം ഒരു തന്ത്രമാണ്. കാരണം ഇവരെ വെട്ടിലാക്കണം. കാരണം ഇവര്
ഇവര് എന്തോ സഹകരിച്ചില്ലെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രചാരണത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ശരി. വഴിപാട് മാത്രമാണ് ഈ വിളിയിൽ ഇപ്പൊ നടന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ബഹുമാന്യനായ ND പറഞ്ഞത് ആരെ പറ്റിയാണ് ഇപ്പോഴും വിളിച്ചോണ്ട് വാചകടിച്ചോണ്ടിരിക്കുകയാണ്. ശരി, അത് വേറെ വിഷയമായതുകൊണ്ട് നമുക്കത് വിടാം. ബേബി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ബേബി, പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടും ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. എന്ത് തീരുമാനമായിരിക്കും വിഷയത്തിൽ? കേന്ദ്രത്തിനെതിരെയാണ്, ഇലക്ഷൻ വരാനിരിക്കുന്നു. എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം? മാഡം, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇവര് യോജിച്ച് സമരം സാധ്യമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ യോജിച്ച് സമരം സാധ്യമായാലും ഇവർക്ക് നാണയില്ല. ഇവരുടെ തന്നെ ഒരു നേതാവല്ലേ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ അങ്ങനെ വെളിയിലിറക്കാനോ അതിനുവേണ്ടി സമരം ചെയ്യാനോ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഉള്ളതിന് പകരം ഇവർക്ക് നാണയില്ല. ഈ കോൺഗ്രസ്സുകാർക്ക് അവരുടെ കൂടെ ചേർന്ന് ഒരു പ്രതിപക്ഷത്തിന് ചെന്ന ഒരു യോജിച്ചൊരു സമരം ചെയ്യാൻ ഈ കേന്ദ്രം ഇവരോട് എന്ത് ഇതാ ചെയ്തത്? ബൂട്ട്സ് ഇട്ട് തലമുടി കുത്തിന് പിടിച്ച ഇന്നത്തെ സമരം ഞാൻ കണ്ടതാ. ബൂട്ട്സ് ഇട്ട് തലമുടി കുത്തിന് പിടിച്ച ഒരു കുഞ്ഞിനെ കിടത്തിയിട്ടിരിക്കുന്നു. അവിടെ തുണിയൊക്കെ വലിച്ചു കീറുന്നു. ഇതുപോലത്തെ ഒരു സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരെ ഈ പോലീസുകാരെ വിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഭരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ എന്തുദ്ദേശിച്ചാ ഇവർക്ക് യോജിച്ച ഒരു ഇതിന് പോകുന്നത്, സമരത്തിന് പോകുന്നത്? ഇവർക്ക് നാണില്ല. അതേപോലെ ഈ പാവപ്പെട്ടവർക്ക് ഇവർ ഈ സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. എന്താണ് പാവപ്പെട്ടവർക്ക് ചെയ്യുന്നത്? മാവേലി സ്റ്റോറിൽ പോയാൽ ഒന്നുമില്ല, റേഷൻ കടയിൽ പോയാലില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് ഇന്നലെ മിനിങ്ങാന്ന് പറ്റി ഞാൻ റേഷൻ ന്യൂസിൽ കണ്ടതാണ്. പാവപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്ന കിറ്റ്, അതിനകത്ത് മുഴുവൻ പുഴുക്കള്. ഇതാണോ ഈ ഭരണം ചെയ്യേണ്ടത് കാര്യങ്ങൾ? ഇത് ഇങ്ങനെയൊക്കെ അഴിമതികളൊക്കെ ഓരോ നടന്നുകൊണ്ടിരിക്കും. ഇവർ യോജിച്ച് സമരം ചെയ്യാൻ പോകുന്നു. എന്താണ് ഇവർ സമരം ഉദ്ദേശിക്കുന്നത്? ഈ കേന്ദ്രം ഇവരോട് എന്ത് ചെയ്തെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സമരം ചെയ്യുന്നത്. ഇവരൊരു നേതാവല്ലേ ജയിലിൽ കിടക്കുന്നത്, റിമാൻഡിൽ കഴിയുന്നത്? ഇവർക്ക് വേണ്ടിയിട്ടല്ലേ, ഈ കോൺഗ്രസിനെ പറഞ്ഞ അവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ തല്ലും ഇടിയൊക്കെ കൊണ്ട് ഇന്നും കണ്ടു നമ്മൾ TV-യില് ശക്തമായ ഒരു പ്രതിഷേധം കണ്ടു. ഇതൊക്കെ ചെയ്തോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ എന്തുദ്ദേശം ഇവർ പോകുന്നത് യോജിച്ചൊരു സമരത്തിന്? ഇവർക്ക് നാണില്ല സമരം യോജിച്ച് സമരം ചെയ്യാനായിട്ട്. ശരി, നന്ദി ബേബി. വിളിച്ചതിന് ദാസൻ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, ഇവിടെ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ദ്രോഹിക്കുകയാണെന്നാണ് സർക്കാർ പറയുന്നത്. ബജറ്റിന് മുമ്പ് 25-ാം തീയതി ബജറ്റ് നടക്കുന്നു. 15-ാം തീയതി പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായൊക്കെ മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നു. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതിപ്പോ ഇവരുമായിട്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല. കാരണം ഈ CPM-ന്റെ ഒരു ധാർഷ്ട്യാണ്. ഇവര് ഒരു സമന്വയത്തിന്റെ പാതയിൽ എല്ലാം വെല്ലുവിളി മാത്രമല്ലേ. നല്ല രീതിയിലാണെങ്കിൽ ശരിയാന്ന് ഓക്കെയാണ്. പക്ഷെ എന്തടിസ്ഥാനത്താണ് കോൺഗ്രസ്സുകാർക്ക് ഇവരായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുക? കോൺഗ്രസ്സുകാർ ഇപ്പം ചെയ്യുന്ന കളി കാണുന്നില്ല. എന്തൊക്കെ ആ ചെറുപ്പക്കാരനൊക്കെ പോയി ജയിലിൽ എന്തേലും കാര്യം ഉണ്ടായിട്ടാണോ? അപ്പൊ ഇത് കേന്ദ്രത്തിന് ഇനിയൊരു ഭരണമാറ്റം ഉണ്ടായാൽ തന്നെ നമ്മുടെ നാട്ടിന്റെ കാര്യം പോക്കാം. ഇപ്പൊ ആ റേഷനേറ്റം കിട്ടുന്നുണ്ട്, അതും കൂടി ഇല്ലാണ്ടായി പോകും. എന്താ ഇപ്പൊ ഭരണത്തിന് മോശം? നല്ല ഭരണമല്ലേ? ഇവര് ഇനി ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കഥ ഒറ്റ മാസം കൊണ്ട് എല്ലാം തമ്മിൽ തള്ളി പിരിഞ്ഞു പോകുന്നത് നമ്മുടെ രാജ്യത്തെ വലിയ ബാധ്യതയാവും. പിന്നെ നിതീഷ് കുമാർ ഏത് സമയത്തും മോദി അങ്ങോട്ട് വിളിച്ചാൽ റെഡി, അങ്ങോട്ട് പോകാൻ തയ്യാറാണ്. ഇവരാരെ വിശ്വസിക്കാൻ പറ്റുക? മമത ഉൾപ്പെടെ മോദിന്റെ കൂടെ ഭരിക്കാതെ ആൾ ആരുമില്ല. ഇവരെല്ലാരും BJP-യുടെ കൂടെ നിന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇതിനൊന്നും വരെ കഥയില്ല. ഈ ഭരണം ഇങ്ങനെ പോട്ടെ, മോദി തന്നെ ഒരു 5 കൊല്ലം കൂടെ ഭരിക്കട്ടെ എന്ന് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി, ബാലകൃഷ്ണൻ ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മാഡം. യോജിച്ച സമരം അനിവാര്യമാണ്. കാരണം ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം കേരളത്തിന് അറിയിക്കുന്നത് അർഹതപ്പെട്ടത് കൊടുക്കുന്നില്ലെങ്കിൽ അത് സമരം ചെയ്ത് നേടണം. പ്രത്യേകിച്ച് 109 MLA-മാരും 20 MP-മാരും ഒരേ സ്വരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എതിർക്കുന്ന ഇന്ത്യയിൽ ഒരേ MP-മാരൊന്നും ഒന്നും സംസാരിക്കാത്തത് കൊണ്ടാണോ ഇനിയിപ്പോ മുഖ്യമന്ത്രി യോഗം വിളിച്ചത്? ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റിന് അർഹതപ്പെട്ടതിൽ കേന്ദ്രം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒന്നിച്ചു നിന്ന് സമരം ബാധ്യത വരുത്തുന്നു. കാരണം ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ്, ജനങ്ങളുടെ എല്ലാ നികുതി പണം ഉപയോഗിച്ച് ഇവർ സൂചിച്ച് നടക്കുക, ജനങ്ങളുടെ എല്ലാ സംഗതിയും എല്ലാ മൗലിക അവകാശവും നേടി 40 അപ്പൊ അതുകൊണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ള നിലപാടാണെങ്കിൽ ഇവർ യോജിച്ച് സമരം ചെയ്യണം. ഫെഡറൽ സംവിധാനത്തിൽ അർഹതപ്പെട്ട നിശ്ചയിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ ഇവർ 2 കൂട്ടം തയ്യാറാവണം. അവിടെയാണ് കേന്ദ്രത്തിന്റെ അവഗണന വെളിച്ചത്ത് വരിക. അത്രേ എനിക്ക് പറയാനുണ്ട്. ശരി, സെബാസ്റ്റ്യൻ ചേരുന്നു കടുത്തുരുത്തിയിൽ നിന്ന്. ശ്രീ സെബാസ്റ്റ്യൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഈ യോജിച്ച സമരം ഈ പ്രതിപക്ഷം ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷം സമരം നടത്തുമ്പോൾ അതിനെ എല്ലാ വിധത്തിലും അടിച്ചൊതുക്കുന്ന ഒരു ഭരണപക്ഷ കക്ഷിക്ക് യോജിച്ച് കേന്ദ്രത്തിലേക്ക് സമരം കേരളത്തിനുള്ളിലെ സാഹചര്യമല്ലല്ലോ കേന്ദ്രത്തിൽ.
കേന്ദ്രത്തിൽ മേടിക്കാനായിട്ടുള്ള എല്ലാ കഴിവും ഇടതുപക്ഷത്തിനുണ്ടല്ലോ. ഇപ്പൊ കോൺഗ്രസ് ഒന്നും അല്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്, CPM-ന്റെ സെക്രട്ടറിയും പറയുന്നു. കോൺഗ്രസ് ഒന്നുമല്ല, കോൺഗ്രസിന് യാതൊരു പ്രസക്തിയില്ല. പിന്നെ എന്തിനാണ് ഒരു പ്രതിപക്ഷത്തിനെ ക്ഷണിക്കുന്നത്? ശരി, നന്ദി സെബാസ്റ്റ്യൻ. വിളിച്ചതിന് തിരിച്ചെത്താം, ഇടവേള. പഴയതെല്ലാം പരിഗണിക്കപ്പെടുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കെല്ലാം തന്നെ വഴിതെളിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അത് സജീവമായ ചർച്ചയിലേക്ക് വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടാകുന്നു. ഇതിൽ ഈ കമ്പനി എങ്ങനെയാണ്, ഈ കമ്പനിക്കെതിരെ വലിയ രീതിയിലുള്ളൊരു ആക്ഷേപങ്ങൾ ഉയരുന്നു. പ്രവർത്തിക്കാത്തൊരു കമ്പനിക്ക് വലിയ രീതിയിൽ പണം പറ്റുന്നു. ഈ പണം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി പല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് കൈക്കൂലിയായി നൽകിയത്. അടുത്ത കോൾ ഉണ്ണികൃഷ്ണനാണ്, പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ യോജിക്കുന്നുണ്ടോ ഈ യോജിച്ച സമരത്തോട്? അല്ല, യോജിക്കാൻ വയ്യാത്ത കുഴപ്പമെന്താ? അല്ല, കുഴപ്പമുണ്ടോ? ഇല്ല, അല്ല അല്ല, എന്താ കുഴപ്പമെന്താ? അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഇതിൽ എന്താണ് കുഴപ്പം? കേന്ദ്രത്തിനെതിരെ ഒരു സമരം നടത്തുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞു വെച്ച് ഒരുമിച്ച് നിന്നാൽ എന്താണ് പ്രശ്നം? അല്ല, ഈ കേരളത്തിലെ കാര്യം പോട്ടെ, ഇവിടുന്ന് കേരളം വിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവര് ഒരുമിച്ച് അളിയന്മാരായിട്ടിരിക്കാനുള്ളല്ലേ? പല സ്റ്റേറ്റിലും പല രീതിയിലല്ലേ രാഷ്ട്രീയം നടക്കുന്നത്? അല്ല, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ അടുത്ത തരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യുന്ന പിന്നെ കേന്ദ്രത്തിന്റെ പ്രതിപക്ഷം ഇവരൊക്കെയാണല്ലോ. അപ്പൊ ഇവരൊക്കെ കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് നിന്നാൽ എന്താ പ്രശ്നം? കേന്ദ്രത്തിലെ തന്നെ ഏതെങ്കിലും സംസ്ഥാനത്ത് കേരളത്തിൽ തന്നെ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാ? അല്ല, കേരളത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാ? യഥാർത്ഥത്തിൽ അവര് ഖദറിന്റെ ആ ഉടവ് മാറ്റാതെ പിന്നെ കാറിൽ ഞെളിഞ്ഞിരിക്കാനല്ലാതെ ഒരു ശക്തനായിട്ടുള്ള ഒരു അധികാരമോഹികളല്ലാതെ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാ? കേരളത്തിൽ പ്രതിപക്ഷം കൂടി ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നതും അതിനെതിരെ പ്രതികരിക്കുന്നതും ഒക്കെ. മേഡം, ഞാൻ വളരെ വിഷമം കൊണ്ട് ഞാൻ ചോദിച്ചു പോകുന്നൊരു കാര്യമാണ്. അതായത് ഒരു പ്രതിപക്ഷ ഈ കുറെ പ്രായം കൂടിയ കുറെ നേതാക്കന്മാര് ഇതെല്ലാം കൂടെ കൈയടക്കി വെച്ചിരിക്കുന്ന അല്ലാതെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു നേതൃനിരയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർ തയ്യാറാവുന്നുണ്ട്. ഒന്നുമല്ല, അങ്ങനെ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് പ്രതിപക്ഷം ഏറ്റെടുക്കാൻ ഇല്ലെങ്കിൽ തട്ടിപ്പറിച്ചെടുക്കാനൊക്കെ ശ്രമം നടക്കുന്നുണ്ട് കേരളത്തിൽ. അത് നടപ്പാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നന്ദി വിളിച്ചതിന്. സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മാഡം. എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസുമായിട്ട് സമരത്തിന് പോകുന്നത് ഒരു വിട്ടിത്താണെന്ന് തോന്നുന്നത്. ഇനി സമരത്തിന് പോകുന്നത് തമിഴ്നാട്, തെലുങ്കാന, പിന്നെ അങ്ങനെയുള്ള മറ്റൊരു ചില വിഷയങ്ങളിൽ ഇവർ ഒരുമിച്ച് നിൽക്കണ്ടേ? ഇപ്പം CAA പോലെയുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് നിലപാടെടുത്തതുപോലെ കേന്ദ്രത്തിനെതിരായിട്ട് ഇത്തരത്തിലുള്ള നയങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ഇത്ര വലിയ ദ്രോഹം നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ? ഇത് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന കാര്യമല്ലേ? അത് കേരളത്തിലെ കോൺഗ്രസിനെ അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിലെ MP-മാരുണ്ടായിരുന്നല്ലോ 18 MP-മാർ ആരാ മിണ്ടുന്നത്? എന്താ മിണ്ടുന്നത്? കേരളത്തിന് വേണ്ടി എന്ത് ആവശ്യം അവരവിടെ ഉന്നയിക്കുന്നു എന്നാണ് നമുക്ക് എന്തെങ്കിലും വിവരം അറിയാമോ? അവർ ഉന്നയിച്ച ഒരു കാര്യം കേരളത്തിന് വേണ്ടി വേണ്ട. ഇനിയിപ്പോ കേരളത്തിന്റെ കോൺഗ്രസിന്റെ MP-മാര് വേണ്ട, ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ നമുക്ക്. ഓരോ ജോഗപാൽ സാറ്, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം അദ്ദേഹം ഉള്ളപ്പോ ഒരൊറ്റ മെമ്പർ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം കേരളത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളുണ്ടല്ലോ വളരെ അഭിമാനകരമാണ്. അദ്ദേഹത്തിന്റെ പേര് പറയാൻ തന്നെ അഭിമാനിക്കാം നമുക്ക്. അതേമാതിരി തന്നെ ഒരു മന്ത്രി ഇപ്പൊ ഉണ്ടല്ലോ. ഏത് കാര്യത്തിനാണ് അദ്ദേഹം ഇടപെട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി പറയാൻ? അദ്ദേഹത്തിന്റെ ഇടപെടൽ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതല്ല, അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നുമില്ല. ഇതേമാതിരി തന്നെ TN പ്രതാപം അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ കാരണം എന്താ? ഇലക്ഷൻ വരാൻ പോണ്. നിങ്ങളുടെ കേരളത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു അവിടുത്തെ ആൾക്കാർ ചോദിക്കില്ല. അതിനുവേണ്ടി ഒരു അടിയന്തര പ്രമേയം കൊണ്ടെന്താ ഇത്രയും നാളും മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ ഒരു അടിയന്തര പ്രമേയത്തിലൂടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി TN പ്രതാപം കൊണ്ടുവന്നതാണ് അവിടെ. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുമാതിരി തന്നെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ചെയ്യുന്നത് നമ്മുടെ എന്തൊക്കെയോ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കിട്ടിയിരുന്ന എനിക്ക് ഗ്യാസിന് കിട്ടിയിരുന്ന സബ്സിഡി എടുത്തിട്ട് നമ്മൾ ശൗചാലയം പണിയാനാന്ന് പറഞ്ഞു. എത്ര ശൗചാലയങ്ങൾ നമ്മുടെ കേരളത്തിൽ പണിതുണ്ടെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. കേരളത്തിന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എത്രമാത്രം വരുന്നു? അപ്പൊ അതുപോലെ ട്രെയിനില്
മറ്റേ വയോധികർക്ക് കൊടുത്തിരുന്ന പൈസ മറ്റേ സബ്സിഡി ഇനത്തില് ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ കൊടുത്തിരുന്ന അതേ ഫണ്ട് എടുത്തിട്ട് മറ്റു രൂപത്തിലാക്കിയിട്ട് അത് കേന്ദ്ര ഗവൺമെന്റ് തരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്. ഇവിടെ നിലനിന്നിരുന്ന ആ സബ്സിഡികൾ എന്ത് ചെയ്തു, അതിനെ മറ്റൊരു രൂപത്തിലാക്കുക, എന്നിട്ട് അത് ഞങ്ങൾ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു രീതിയാണ് മെയിനായിട്ട്. അതില്ലെങ്കിൽ എന്ത് ചെയ്യും, കടമെടുക്കുക, കടമെടുത്തിട്ട് കിട്ടിയില്ല അവിടെ വിറ്റഴിക്കാൻ പറ്റാവുന്ന മുഴുവൻ വിറ്റഴിക്കുക. അപ്പൊ ഇവിടെ വിറ്റഴിക്കാവുന്ന കാര്യങ്ങൾ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തിരുന്നല്ലോ. ഇതൊക്കെയാണ് ഇവിടെ ചെയ്തിരുന്നത്. ഇവിടെ ദൂർത്ത് നമുക്ക് പെട്ടെന്ന് പറയാം, ഏതെങ്കിലും ഇപ്പൊ KSRTC പ്രൈവറ്റ് സെക്ടറിലേക്കാണ് കൊടുത്തു കഴിഞ്ഞാലോ വളരെ ഈസിയാണ്. അല്ല, അതൊക്കെ ഇവിടെ ആരോഗ്യ മേഖലയിൽ തന്നെ 1400ഓളം കോടി രൂപയാണ് കിട്ടാനുള്ളത്. അപ്പൊ ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൂടെ ഒരു സ്റ്റേറ്റിന് വേണ്ടി എല്ലാവർക്കും എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസിന്റെ പ്രശ്നമാണത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, അതായത് ഇവിടെ കോൺഗ്രസും CPM ആണ് മത്സരം. അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് കോൺഗ്രസിന്. അത് ശരിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ശരി, ജോൺസൺ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ജോൺസൺ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ യോജിച്ച സമരത്തോട്? മാഡം നമസ്കാരം. നമസ്കാരം മാഡം, നമ്മുടെ നാടിന് ആവശ്യം പുരോഗതിയാണ്. ജനങ്ങൾക്ക് നന്മ, ക്ഷേമം ഇതൊക്കെയാണ് വേണ്ടത്. ഒരു ഭരണകൂടം അത് ചെയ്യാൻ ഭരണകൂടത്തിന് ആവശ്യമായത് പണമാണ്. കേന്ദ്രം ന്യായമായി നമുക്ക് തരേണ്ടുന്ന പണം, നമുക്ക് അവകാശപ്പെട്ടത് അത് തരാതിരിക്കുമ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തോടൊപ്പം നിൽക്കേണ്ടതാണ് പ്രതിപക്ഷം. എന്നാൽ പ്രതിപക്ഷം ഭരണകൂടത്തെ എപ്പോഴും ശത്രുക്കളായി കാണുകയും അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു പുരോഗതി നടക്കരുത്, ഒരു ജനക്ഷേമവും ഉണ്ടാകരുത്, അങ്ങനെ ജനങ്ങൾ വെറുത്ത് അടുത്ത ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കണം എന്ന് മാത്രമാണ് അവരുടെ ചിന്ത. അതിനുവേണ്ടിയാണ് അവരിങ്ങനെയൊക്കെ നിൽക്കുന്നത്. അത് വളരെ ദയനീയമാണ് ആ കാര്യം. കാരണം കേരളത്തിന് ന്യായമായി നമുക്ക് ലഭിക്കേണ്ട, അവകാശമായി കിട്ടേണ്ടുന്ന പണം ലഭിക്കുന്നില്ല എന്നുള്ളത് അവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. വി മുരളീധരൻ പറയുന്നത് കേരളത്തിന് കിട്ടാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി കൂടുതലും കൊടുത്തിട്ടുണ്ട്, ഇനി ഒന്നും കൊടുക്കാനില്ലെന്ന് വി മുരളീധരൻ പറയുമ്പോൾ നിർമ്മല സീതാരാമൻ പറയുന്നു കേരളത്തിന് കണക്ക് സമർപ്പിക്കാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്, ശരിയായ കണക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അവര് പറയുന്നത് തന്നെ പരസ്പര വൈരുദ്ധ്യമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ന്യായമായി കേരളത്തിന് ലഭിക്കേണ്ടത് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അത് കൃത്യമാണല്ലോ. ഇനി നരേന്ദ്രമോദി തൃശ്ശൂർ ഞങ്ങളുടെ ഇവിടെ വന്നു, എന്നിട്ട് തൃശ്ശൂരിന് വേണ്ടി അനവധി പദ്ധതികൾ പ്രഖ്യാപിക്കും, ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ആകെ ഉണ്ടായത് ഒരു റോഡ് ഷോയാണ്. ഈ റോഡ് ഷോ കൊണ്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു പറ്റം ജനം. എന്തൊരു മോശമാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾ ചർച്ചയ്ക്ക് എടുത്തത് തന്നെ വളരെ അഭിനന്ദനാർഹമാണ്. നന്ദി ശ്രീ ജോൺസൺ. വിളിച്ചതിന് ശ്രീനിവാസൻ ചേരുന്നു വരാപ്പുഴയിൽ നിന്ന്. ശ്രീ ശ്രീനിവാസൻ, ഇവിടെ കേരളത്തോടുള്ള ഈ സാമ്പത്തിക ഉപരോധം അതിനെതിരെ നിൽക്കേണ്ടതല്ലേ കേരളം ഒറ്റക്കെട്ടായി? തീർച്ചയായിട്ടും നിൽക്കും. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ പണങ്ങൾക്കും കൃത്യമായ കണക്ക് ചോദിക്കുന്നുണ്ടല്ലോ കേന്ദ്രം. ചെലവാക്കിയ പണത്തിന്റെ കണക്ക് എന്തുകൊണ്ട് ഇവര് കൃത്യമായിട്ട് കൊടുക്കണില്ല? എന്നാലേ ബാക്കി പൈസ കിട്ടുള്ളൂ. അതുകൂടാതെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി എത്രയോ സ്നേഹസമ്പന്നനാണ്. അദ്ദേഹം ഈ കേരളത്തിൽ വരുമ്പോ 20 MP-മാരിൽ ആരെങ്കിലും അദ്ദേഹത്തോടു കൂടി ഇവിടുത്തെ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് സ്നേഹത്തോടെ? ശത്രുപക്ഷത്തിൽ നിന്നുകൊണ്ടല്ലേ ഇവർ സംസാരിക്കുന്നത്. മോദി ഇവിടെ വരുമ്പോഴേക്കും എന്തോ ഭൂകമ്പം എന്ന കാര്യമാണ് 2 വർഷങ്ങളും നിൽക്കണം. നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ എനിക്ക് 6000 രൂപ കിട്ടുന്നുണ്ട് കാർഷിക ഇതിന്റെ പേരിൽ. എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ, കുടിവെള്ളം കിട്ടണമെങ്കിൽ അത് മോദിയുടെ സൗജന്യമാണ്. അദ്ദേഹം നമുക്ക് തരണത് നല്ല ആത്മാർത്ഥമാണ്. താങ്കളുടെ നാട്ടിൽ ജനപ്രതിനിധികളൊന്നുമില്ലേ കുടിവെള്ളം തരാൻ? ഞങ്ങളുടെ നാട്ടിൽ ജനപ്രതിനിധികളുണ്ട്. ജനപ്രതിനിധി ഇവിടെ VD സതീശൻ പ്രതിപക്ഷം ഉണ്ടാവും. എന്റെ നിയോജകമണ്ഡലത്തിലെ ആളാണ്, MLA ആണ്. അതുപോലെ ഹൈബീരൻ എന്ന് പറഞ്ഞ MP കേന്ദ്രത്തിൽ ചെന്നിട്ട് എത്ര പ്രാവശ്യം സസ്പെൻഷൻ മേടിച്ചു. ന്യായമായ കാര്യങ്ങൾ അവിടെ ഉന്നയിക്കാണ്ട് പാർലമെന്റ് തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു ധർമ്മം മാത്രം അവർ ചെയ്യണം. അവരുടെ ധർമ്മമല്ല അവർ ചെയ്യുന്നത്, നാടിന് വേണ്ടിയിട്ടുള്ള അത് തടസ്സപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ആ കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പാർലമെന്റിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മാത്രം നമ്മൾ ഒരു MP-യെ മുദ്ര കുത്താൻ പാടില്ലല്ലോ. അവർ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നന്ദി. വിളിച്ചതിന് അജയ് കുമാർ ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മാഡം. ഇത്രയും ജനങ്ങളെ പോലെ ഒരു ഭയമില്ലാത്ത ഒരു ഭരണപക്ഷമാണ് നമുക്കുള്ളത്. നിത്യോപയോഗ സാധനത്തിന് തന്നെ സാധാരണക്കാർക്ക് പോലും വളരെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഇപ്പം ഇവര് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം തരുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടേണ്ട വീതം കിട്ടുന്നുണ്ട്. പിന്നെ അതിനുള്ള തിരിച്ചടയ്ക്കാനുള്ള GST ആയാലും മറ്റു കാര്യങ്ങളായാലും ഇവര് കണക്കും കാര്യങ്ങളും കാണിക്കാതെ ഇപ്പം തന്നെ ഉദാഹരണം പോലീസിനെ ഓരോ കാര്യത്തിനായിട്ട് ഇതായിട്ട് വിട്ടിരിക്കുക. ഇപ്പം ഒരു
പ്രതിപക്ഷം ഒരു സമരം നടത്തി കഴിഞ്ഞാൽ അതിനെ അടിച്ചൊതുക്കാനും ഓരോ അറസ്റ്റും കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഭരണം തന്നെ. ഇത് ജനങ്ങളെ പോലും ഭയക്കാത്ത ഒരു ഭരണപക്ഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം തന്നെ ഒരു യാത്ര നടത്തി, യാത്രയിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് മാത്രമല്ല, നിത്യോപയോഗ സാധനത്തിന്റെയൊക്കെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഇപ്പം ബിസിനസ്, അതായത് സ്വാഭാവികമായിട്ട് ബിസിനസ് മേഖല പോലെ കഴിഞ്ഞ കോളർ പറയുന്നുണ്ടായിരുന്നു മോദി വന്നിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും മൈൻഡ് ചെയ്തില്ല എന്ന്. കാരണം അവർക്ക് ഇവിടെ ജനപ്രതിനിധികൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ളതെല്ലാം കോൺഗ്രസിന്റെയും LDFന്റെയും ഒക്കെ പ്രതിനിധികളാണ്. അത് മോദി വന്നിട്ട് ഇപ്പൊ ഇവരെ നവകേരള സദസ് നടത്തിയത് കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് താങ്കൾ പറയുന്നത് പോലെ തന്നെയല്ലേ അതും? തീർച്ചയായിട്ടും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അത് അവതരിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പം ഇത്രയും നാൾ വന്നിരിക്കുന്നതിലും പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന് വികസനം കൊണ്ടുവന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി. അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. എത്രയോ മന്ത്രിമാർ BJPയുടെ വന്നിട്ടുണ്ട്, കോൺഗ്രസിന്റെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇനിയും കേരളത്തിന് എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പൊ റോഡിന്റെ വികസനമായാലും ഓരോ കാര്യങ്ങളായാലും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. നന്ദി വിളിച്ചതിന്. രാജുക്കുട്ടി ചേരുന്നു. ശ്രീ രാജുക്കുട്ടി, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. കേൾക്കാമോ ശ്രീ രാജുക്കുട്ടി? അദ്ദേഹത്തിന്റെ കോൾ കട്ടായി. വാസു കൂത്തുപറമ്പിൽ നിന്ന്. ശ്രീ വാസു, താങ്കൾ പറഞ്ഞോളൂ. ഈ രണ്ട് പാർട്ടികളും കൂടിയിട്ട് കേരളത്തിനെ മുടിക്കുകയില്ല. ഈ കോൺഗ്രസും പിന്നെ ഇടതുപക്ഷം കൂടി യോജിച്ചിട്ട് തന്നെ സമരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ ഇടതുപക്ഷം ചെയ്യുന്ന 100% തെറ്റാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കോൺഗ്രസിന്റെ ആളുകളും UDFന്റെ ആളുകളും LDFന്റെ ആളുകളുമായിട്ട് യോജിച്ചിട്ടുള്ള ഒരു സമരം നടത്താൻ പാടില്ല. അതിൽ അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ യോഗം വിളിച്ചതിനോട് പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? പ്രതിപക്ഷം എങ്ങനെ ഒരു കാരണവശാലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എടുത്തില്ല. എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഭരണകക്ഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോഡി ചെയ്യുന്ന അതേ രീതി തന്നെയാണ് പിന്നെ ഈ കേരളത്തിലെ ഇടതുപക്ഷം ചെയ്യുന്നത്. മോഡി എന്താണോ കേരളത്തോട് ചെയ്യുന്നത് അതേപോലെയാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തോട് കേരളം ചെയ്യുന്നത്. ശരി. രാജുക്കുട്ടി വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ രാജുക്കുട്ടി, താങ്കൾ പറഞ്ഞോളൂ അഭിപ്രായം. അദ്ദേഹത്തിന്റെ കോൾ കട്ടായി. ഇന്നത്തെ പൊതുവേദി പൂർണ്ണമാവുന്നു. നമസ്കാരം.